ഒരു കാര്യം മതി എന്ന് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ ഇനഫ് എന്ന് പറയും അല്ലേ? പക്ഷേ ഈ ഇനഫ് എന്നത് നമുക്ക് വേറെ പല രീതിയിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണ്ടത്രയുണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ല, വേണ്ടതിലധികമുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ ഇനഫ് തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ എന്തെങ്കിലും ഒന്ന് ആവശ്യത്തിലധികമുണ്ട് എന്ന് പറയാൻ നമ്മൾ ടു യൂസ് ചെയ്യും. പക്ഷെ ഈ ടു എന്നതിന് പകരം സോ എന്നതും ഉപയോഗിക്കാമോ? അതുപോലെ ടു മച്ച്, ടു മെനി, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ഈ ടു എന്ന് പറഞ്ഞു വരുന്ന സ്ട്രക്ചർ കണ്ടു കാണും. അത് എപ്പോഴാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ തരുന്ന ഹോംവർക്കിനും ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഗോൺ ഷോപ്പിംഗ് എന്ന് മാത്രം മതി കേട്ടോ. അവിടെ ഗോൺ ഫോർ ഷോപ്പിംഗ് എന്ന് വേണ്ട. അതുപോലെ മൂന്നാമത്തതില് ആസ്ക് ഫോർ ഡിറക്ഷൻസ് എന്ന് പറയണം. ആ എസ് അവിടെ ചേർക്കണം. ഡിറക്ഷൻ എന്ന് മാത്രം സിംഗുലർ ആയിട്ട് പറഞ്ഞാൽ പോരാ. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കൊരു പുതിയ ഫോൺ വാങ്ങണം എന്നിരിക്കട്ടെ. അപ്പൊ അതിനാവശ്യമുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫോൺ വാങ്ങാൻ ആവശ്യമായ പണമുണ്ട്, ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത്. ആദ്യം നമുക്ക് എനിക്ക് ആവശ്യമായ പണമുണ്ട് എന്നുള്ളത് പറഞ്ഞു നോക്കാം. അവിടെ നമ്മൾ ഐ ഹാവ് ഇനഫ് മണി എന്ന് പറയും. എനിക്കുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഐ ഹാവ് ഇനഫ് മണി. എന്തിനുള്ളത്? ഫോൺ വാങ്ങാൻ. അതാണ് ഇനി നമ്മൾ ടു ബൈ ദ ഫോൺ എന്ന് പറഞ്ഞ് ചേർക്കുന്നത്. സെന്റൻസ് കണ്ടോ? ഐ ഹാവ് ഇനഫ് മണി ടു ബൈ ദ ഫോൺ. അപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആവശ്യമായ, വേണ്ടത്ര പണമുണ്ട് എന്നാ പറഞ്ഞേ. ആ അർത്ഥം കിട്ടാൻ, ആ സഫിഷ്യന്റ് ആയ പണം, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഇനഫ് മണി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വന്നേന്ന് കണ്ടോ? ഓർഡർ കണ്ടോ? ഐ ഹാവ് ഇനഫ് മണി. അപ്പൊ മണി എന്ന് പറയുന്നത് ഇവിടെ ഒരു നൗൺ ആണ് അല്ലെ? പണം, അതൊരു വസ്തുവാണല്ലോ, നൗൺ ആണല്ലോ. അപ്പൊ ഇനഫ് കഴിഞ്ഞിട്ടാണ് ആ നൗൺ വരുന്നത്. ഐ ഹാവ് ഇനഫ് മണി ടു ബൈ ദ ഫോൺ. പിന്നെ ഇവിടെ ഒരു കാര്യം കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഐ ഹാവ് ഗോട്ട് ഇനഫ് മണി എന്നും പറയായിരുന്നു. ഐ ഹാവ് ഇനഫ് മണി അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ഇനഫ് മണി ടു ബൈ ദ ഫോൺ. അടുത്തത് നോക്കൂ, എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണമുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ളത്ര ഭക്ഷണമുണ്ട്. അതെങ്ങനെ പറയും? there is enough food for everyone. എല്ലാവർക്കും, അതാണ് for everyone. there is enough food for everyone. ഇനി ഇതേ കാര്യം നെഗറ്റീവായിട്ട് എങ്ങനെ പറയും? എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണം ഇല്ല കേട്ടോ എന്ന് പറയേണ്ടി വന്നാൽ there isn't enough food for everyone. അപ്പോൾ there is ആദ്യത്തെ സെന്റൻസിൽ വന്നില്ലേ, അതിന്റെ നെഗറ്റീവ് ആണ് there isn't enough food for everyone. നീ ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ടോ? ഇങ്ങനെ നമ്മളോട് വീട്ടിൽ ആരെങ്കിലും ഒക്കെ സ്ഥിരം ചോദിക്കും അല്ലേ? അവിടെ എങ്ങനെ ചോദിക്കുക? do you drink enough water? do you drink enough water? കണ്ടോ, ഇനഫ് കഴിഞ്ഞിട്ടാണ് വാട്ടർ എന്ന് പറയുന്ന ആ നൗൺ വന്നത്. വെള്ളം എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലേ, നൗൺ ആണ്. അപ്പൊ ഇനഫ് കഴിഞ്ഞിട്ട് വരണം. do you drink enough water? നമുക്ക് വേണ്ടത്ര പഞ്ചസാരയുണ്ടോ? ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പഞ്ചസാര ഉണ്ടോ എന്നായിരിക്കും. പക്ഷെ ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? do we have enough sugar? do we have, നമ്മുടെ കയ്യിലുണ്ടോ, നമുക്കുണ്ടോ? do we have enough sugar? അപ്പൊ നമ്മുടെ കയ്യിൽ വേണ്ടത്ര പഞ്ചസാര ഇല്ല എന്നാണെങ്കിൽ we don't have enough sugar. we don't have enough sugar. ഇവിടെ എല്ലാം അതേ ഓർഡറിലാണ് വരുന്നത്. ഇനഫ് കഴിഞ്ഞിട്ടാണ് നൗൺ വന്നത്, ഷുഗർ. അപ്പൊ വേണ്ടത്ര പഞ്ചസാര ഇല്ല എന്ന് പറയാൻ we don't have enough sugar. എനിക്ക് ടിക്കറ്റ് വാങ്ങാൻ മതിയായ പണമില്ല, അതായത് ടിക്കറ്റ് വാങ്ങാൻ ആവശ്യമായത്ര പണമില്ല എന്ന്. ഇവിടെ എങ്ങനെ പറയും? I don't have enough money to buy the ticket. മനസ്സിലായോ? to buy the ticket. I don't have enough money. എന്തിനാണ് പണമില്ലാത്ത? to buy the ticket. പലപ്പോഴും കോടതികളിൽ വിചാരണയൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണിത്. ഒരാളെ കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിക്കാൻ, കണ്ടെത്താൻ കഴിഞ്ഞില്ല, കാരണം ആവശ്യത്തിന് തെളിവുകളില്ല എന്ന്. അവിടെ എങ്ങനെ പറയും? there isn't enough evidence to convict him. കുറ്റക്കാരനെന്ന് പ്രഖ്യാപിക്കുക, അതിനാണ് നമ്മൾ കൺവിക്ട് എന്ന് പറയുന്നത്. there isn't enough evidence to convict him. എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ്, പ്രൂഫ് ഇല്ല എന്ന്. but there isn't enough evidence. നമ്മളിപ്പോ കണ്ട സെന്റൻസസിലെല്ലാം വന്ന ഒരു വേർഡ് ഓർഡർ നിങ്ങൾ കണ്ടല്ലോ. ഇനഫ് കഴിഞ്ഞിട്ടാണ് ആ ഒരു നൗൺ വരുന്നത് അല്ലെ? ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്ന് പറയണമെങ്കിൽ I didn't drink enough water. ഇനഫ് കഴിഞ്ഞിട്ട് വാട്ടർ, അതൊരു നൗൺ ആണ്, അത് വന്നു. പക്ഷെ എപ്പോഴും ഈ ഒരു ഓർഡറിലായിരിക്കണം എന്നില്ല ഈ വേർഡ്സ് വരുന്നത്. ഇപ്പോ എനിക്ക് പറയേണ്ടത് അവള് പരീക്ഷയ്ക്ക് ആവശ്യത്തിന് പഠിച്ചില്ല എന്നാണെങ്കിൽ അവിടെ വ്യത്യാസം വരും. കാരണം ഇവിടെ നമ്മൾ മലയാളത്തിൽ എന്താ പറഞ്ഞെന്ന് കണ്ടോ?
ആവശ്യത്തിന് പഠിച്ചില്ല, ആവശ്യത്തിന് ഒരു വസ്തു ഇല്ല എന്നല്ല പറഞ്ഞേ, ആവശ്യത്തിന് ഒരു പ്രവൃത്തി ചെയ്തില്ല, പഠിച്ചില്ല. അപ്പൊ അവിടെ എങ്ങനെ പറയുന്നത് അറിയാമോ ഇംഗ്ലീഷില്? ഷി ഡിഡ്ന്റ് സ്റ്റഡി ഇനഫ് ഫോർ ദി എക്സാം. ഷീ ഡിഡ്ന്റ് സ്റ്റഡി ഇനഫ്. അവിടെ ഷീ ഡിഡ്ന്റ് സ്റ്റഡി, സ്റ്റഡി എന്ന് പറയുന്ന ഒരു വേർബ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഇനഫ് വന്നത്. ഷി ഡിഡ്ന്റ് സ്റ്റഡി ഇനഫ് ഫോർ ദി എക്സാം. ഇപ്പൊ എനിക്ക് ചോദിക്കണം, നിങ്ങൾ എല്ലാ ദിവസവും വേണ്ടത്ര ഉറങ്ങുന്നുണ്ടോ? അവിടെ എങ്ങനെ ചോദിക്കും? ഡു യു സ്ലീപ് ഇനഫ് എവ്രി ഡേ? ഡു യു സ്ലീപ് ഇനഫ്? കണ്ടോ, സ്ലീപ് അത് അവിടെ ഒരു വേർബ് അല്ലേ, ഉറങ്ങാറുണ്ടോന്ന്. ഡു യു സ്ലീപ് കഴിഞ്ഞിട്ട് ഇനഫ്. ഡു യു സ്ലീപ് ഇനഫ് എവ്രി ഡേ? നേരെ മറിച്ച് ഇതേ ചോദ്യം എനിക്ക് ഇങ്ങനെയും ചോദിക്കാം, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടോ? ആവശ്യത്തിന് ഉറക്കം, അവിടെ ആ ആവശ്യത്തിന് വേണ്ടത്ര, അത് കഴിഞ്ഞിട്ട് ഉറക്കം എന്ന് പറയുന്ന ഒരു നൗൺ ആണ് വന്നത്. അവിടെ ചോദ്യം എങ്ങനെ വരും? ഡു യു ഗെറ്റ് ഇനഫ് സ്ലീപ്? ഡു യു ഗെറ്റ് ഇനഫ് സ്ലീപ്? അവിടെ ഇനഫ് കഴിഞ്ഞിട്ട് സ്ലീപ്പ് എന്നതൊരു നൗൺ ആയിട്ട് വന്നു. മനസ്സിലായോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഓർഡറിന്റെ വ്യത്യാസം മനസ്സിലാക്കാനാണ്. അപ്പോ വേർബ് ആണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഇനഫ് വരും. നേരെ മറിച്ച് ഇനഫ് കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരിക. ഉറക്കം കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാൻ ഇനഫ് സ്ലീപ്പ്, ആവശ്യത്തിന് ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കാൻ സ്ലീപ്പ് ഇനഫ്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നമുക്ക് ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് കാണാം, അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. വീട്ടിൽ നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറില്ലേ, നീ ആവശ്യത്തിന് കഴിച്ചിട്ടില്ല, എഴുന്നേറ്റ് പോവല്ലേ, നീ ആവശ്യത്തിന് കഴിച്ചിട്ടില്ല. ഇവിടെ എന്ത് പറയും? യു ഹാവിൻറ്റ് ഈറ്റൻ ഇനഫ്. അപ്പൊ കഴിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നതുകൊണ്ടാണ് യു ഹാവിൻറ്റ് ഈറ്റൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതാണല്ലോ വേർബ്, യു ഹാവിൻറ്റ് ഈറ്റൻ. അത് കഴിഞ്ഞിട്ട് ഇനഫ് വന്നു, ആവശ്യത്തിന് കഴിച്ചിട്ടില്ല, യു ഹാവിൻറ്റ് ഈറ്റൻ ഇനഫ്. അപ്പൊ വേർബ് വരുമ്പോഴെല്ലാം അത് കഴിഞ്ഞിട്ടാണ് ഇനഫ് വരാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേപോലെ വേറൊരു തരം സെന്റൻസ് ഞാൻ പറയാം. മലയാളത്തിലെ സെന്റൻസ് ഇതാണ്, അവൾക്ക് സ്വയം തീരുമാനം എടുക്കാൻ വേണ്ട പ്രായമായി. വേണ്ടത്ര പ്രായമായി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഒരാളുടെ പ്രായത്തെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് ഇംഗ്ലീഷിൽ? ഓൾഡ് അല്ലേ? ഓൾഡ് എന്ന് പറയുന്നത് ഒരു നൗൺ അല്ല, വേർബും അല്ല, അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ആഡ്ജക്റ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഇനഫ് ചേർത്ത് പറയുന്നത്? ആ വേർഡ് ഓർഡർ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഷീ ഇസ് ഓൾഡ് ഇനഫ് ടു മേക്ക് ഹെർ ഓൺ ഡിസിഷൻസ്. ഷീ ഇസ് ഓൾഡ് ഇനഫ്. ഓൾഡ് കഴിഞ്ഞിട്ടാണ് ഇനഫ് വന്നത്. അപ്പൊ വേർബ് വരുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, വേർബ് കഴിഞ്ഞിട്ടല്ലേ ഇനഫ് വരുന്നത്? അതേപോലെയാണ് ആഡ്ജക്റ്റീവ് വരുമ്പോഴും. ഷീ ഈസ് ഓൾഡ് ഇനഫ് ടു മേക്ക് ഹെർ ഓൺ ഡിസിഷൻസ്. ഈ തീരുമാനം എടുക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്, പക്ഷെ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ടേക്ക് എ ഡിസിഷൻ എന്നല്ല പറയാ, മേക്ക് എ ഡിസിഷൻ എന്ന് പറയണം. മേക്ക് ആണ് ഇവിടെ വരിക കേട്ടോ. അടുത്ത സെന്റൻസ് നോക്കൂ, ഇത് മനസ്സിലാക്കാൻ വേണ്ട പക്വത നിങ്ങൾക്കുണ്ട്. അവിടെ എങ്ങനെ പറയും? യു ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. യു ആർ മെച്യൂർ ഇനഫ്. മെച്യൂർ എന്ന് വെച്ചാൽ പക്വതയുള്ള ഒരവസ്ഥ, അതിനാണ് നമ്മൾ മെച്യൂർ പേഴ്സൺ എന്ന് പറയുന്നത്. യു ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇവിടെ നമ്മൾ മെച്യൂർഡ് എന്ന് പറയണ്ട കേട്ടോ, ഈ ഡി വേണ്ട, മെച്യൂർ മാത്രം മതി. ഇനി കുറച്ചുകൂടെ നീളമുള്ളൊരു സെന്റൻസ് പറയാം. ഈ ബാഗിന് എൻ്റെ എല്ലാ പുസ്തകങ്ങളും കൊള്ളാൻ വേണ്ടത്ര വലിപ്പമുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ അത് ഈ സെന്റൻസ് ഇത്തിരി വലുതായതുകൊണ്ട് നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. ഈ ബാഗിന് വേണ്ടത്ര വലിപ്പമുണ്ട് എന്ന് പറയാം. അവിടെ എന്ത് പറയും? എന്തെങ്കിലും ഒരു കാര്യം വലുതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ബിഗ് എന്ന ആഡ്ജക്റ്റീവ് അല്ലേ യൂസ് ചെയ്യുക. ഇവിടെ എങ്ങനെ പറയും? ദിസ് ബാഗ് ഇസ് ബിഗ് ഇനഫ്. ദിസ് ബാഗ് ഇസ് ബിഗ് ഇനഫ്. എന്തിന്? എന്റെ പുസ്തകങ്ങളെല്ലാം കൊള്ളാൻ വേണ്ടത്ര വലിപ്പം എന്നല്ലേ? ടു ഹോൾഡ് ഓൾ മൈ ബുക്സ്. ടു ഹോൾഡ് ഓൾ മൈ ബുക്സ്. എന്തെങ്കിലും ഒരു കാര്യം കൊള്ളുക എന്നുള്ളതിനാണ് ഹോൾഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. അല്ലാണ്ട് ഇവിടെ അത് എടുത്ത് ചുമക്കാൻ, ആ ക്യാരി എന്നുള്ള വാക്കിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ ഹോൾഡ്, അത് കൊള്ളും എന്നല്ലേ, അതിന് ഹോൾഡ് മതി. അപ്പൊ എന്താ സെന്റൻസ്? ദിസ് ബാഗ് ഇസ് ബിഗ് ഇനഫ് ടു ഹോൾഡ് ഓൾ മൈ ബുക്സ്. ഇനി നമുക്ക് ഇനഫ് വരുന്ന വേറൊരു എക്സ്പ്രഷൻ നോക്കാം. മുൻപ് ഞാനൊരു സെന്റൻസ് പറഞ്ഞില്ലേ, നീ ആവശ്യത്തിന് കഴിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെ പറഞ്ഞേ? യു ഹാവിൻറ്റ് ഈറ്റൻ ഇനഫ് അല്ലേ? യു ഹാവിൻറ്റ് ഈറ്റൻ ഇനഫ്. അവിടെ ഈറ്റൻ എന്ന് പറയുന്നത് ആ വേർബിന്റെ ഭാഗമായിരുന്നു. യു ഹാവിൻറ്റ് ഈറ്റൻ, അത് കഴിഞ്ഞിട്ട് ഇനഫ് വന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയാണ്, ഞാൻ ആവശ്യത്തിലധികം കഴിച്ചു, ഞാൻ ആവശ്യത്തിലേറെ കഴിച്ചു. അതെങ്ങനെ പറയും? ഐ ഏറ്റ് മോർ ദാൻ ഇനഫ്. ഐ ഏറ്റ് മോർ ദാൻ ഇനഫ്. ആവശ്യത്തിലേറെ, വേണ്ടതിലധികം എന്ന അർത്ഥം കിട്ടാനാണ് നമ്മൾ മോർ ദാൻ ഇനഫ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഐ ഏറ്റ് മോർ ദാൻ ഇനഫ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ,
നമുക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. നമ്മൾ എങ്ങനെ പറയും? വി ഹാവ് ഇനഫ് ഫുഡ്. ആവശ്യത്തിന് ഭക്ഷണം അല്ലെ? വി ഹാവ് ഇനഫ് ഫുഡ്. പക്ഷെ ഇനി ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യത്തിലധികം, വേണ്ടതിലേറെ ഭക്ഷണമുണ്ട്. അവിടെ എന്ത് പറയും? വി ഹാവ് മോർ ദാൻ ഇനഫ് ഫുഡ്. അവിടെ ഇനഫ് അല്ല, മോർ ദാൻ ഇനഫ്. വി ഹാവ് മോർ ദാൻ ഇനഫ് ഫുഡ്. അപ്പൊ അവിടെയും ആ ഇനഫ് കഴിഞ്ഞിട്ടാണല്ലോ ഫുഡ് വന്നത്. അതുപോലെ തന്നെ മോർ ദാൻ ഇനഫ് കഴിഞ്ഞിട്ട് ഫുഡ് എന്നത് പറയും. ഫുഡ് എന്ന് വെച്ചാൽ ഭക്ഷണം, അതൊരു നൗൺ അല്ലേ? അപ്പൊ വി ഹാവ് മോർ ദാൻ ഇനഫ് ഫുഡ്. അടുത്ത സെന്റൻസ് നോക്കൂ. കാറിൽ വേണ്ടതിലധികം ഇടമുണ്ട്. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ പറയുക വേണ്ടതിലധികം സ്ഥലമുണ്ട് എന്നായിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇത് ഇംഗ്ലീഷിൽ വരുന്നത് there is more than enough space in the car. അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ സ്ഥലം ഉണ്ട് എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ പ്ലേസ് എന്ന് പറയരുത് കേട്ടോ. ഇവിടെ ഇടമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ സ്പേസ് എന്ന് തന്നെ പറയണം. there is more than enough space in the car. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ആവശ്യത്തിലധികം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളതൊരു പോസിറ്റീവ് മീനിങ്ങിലാണ് പറയുന്നത് അല്ലെ? കാറിൽ വേണ്ടതിലധികം ഇടമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും കയറാം എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്ക് വേണ്ടതിലധികം ഭക്ഷണമുണ്ട്, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടേണ്ടെന്നായിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ വേണ്ടതിലധികം ഉണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ മോർ ദാൻ ഇനഫ് പറയുന്നത്. പക്ഷെ ചിലപ്പോ ഈ വേണ്ടതിലധികം ഉള്ളത് ഒരു ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ഒരു പ്രയാസമായി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ നമ്മൾ മോർ ദാൻ ഇനഫ് എന്നല്ല പറയുക. അപ്പൊ അതിന് പറ്റിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. മുറിയില് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മുറിയുടെ ഉള്ളിലേക്ക് കയറണം എന്നിരിക്കട്ടെ, പക്ഷെ അവിടെ ഓൾറെഡി ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അത് വളരെ ന്യൂട്രൽ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമല്ല അല്ലെ? ഈ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ടോൺ വരുന്നുണ്ട്, ഒരു നെഗറ്റീവ് മീനിങ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുക ടു എന്നത് ചേർത്തിട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരുപാട് ആളുകൾ ഉണ്ട് എന്നല്ലേ? ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാമല്ലോ, കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ അല്ലേ? ആളുകൾ, പീപ്പിൾ, അത് കൗണ്ടബിൾ ആണ് അല്ലെ? അതുകൊണ്ട് നമ്മളിവിടെ ടു മെനി യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് പറയും? there are too many people in the room. അപ്പൊ പീപ്പിൾ അത് ഒന്നിലധികം ആയതുകൊണ്ട് there are വന്നു. there are too many people in the room. മുറിയിൽ, in the room. there are too many people in the room. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയേക്കാം, ഒരുപാട്, ധാരാളം എന്ന അർത്ഥത്തില് so many യൂസ് ചെയ്ത് കൂടെ എന്ന്. അപ്പൊ ഇവിടെ ഞാൻ there are so many people in the room എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഇതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊരു മീനിങ് കിട്ടണമെങ്കിൽ, ആ ഒരു നെഗറ്റീവ് മീനിങ് കിട്ടണമെങ്കിൽ അവിടെ ടു മെനി തന്നെ യൂസ് ചെയ്യണം. സോ മെനി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകളുണ്ട് മുറിയിൽ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ധാരാളം ആളുകളുണ്ട്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അങ്ങനെ പറയാനാണെങ്കിൽ സോ മെനി പറഞ്ഞാൽ മതി. പക്ഷെ ഇന്നതുകൊണ്ട് നമുക്ക് ഇന്ന ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ ടു മെനി യൂസ് ചെയ്യണം. അടുത്ത സെന്റൻസ് നോക്കൂ. ഞാൻ പരീക്ഷയിൽ ഒരുപാട് തെറ്റ് വരുത്തി. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയുക സാധാരണ. തെറ്റുകൾ വരുത്തി എന്ന് എടുത്ത് പറയണമെന്നില്ല. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ. ഐ മെയ്ഡ് ടു മെനി മിസ്റ്റേക്സ് ഇൻ ദ ടെസ്റ്റ്. അപ്പൊ തെറ്റ് വരുത്തുക എന്നുള്ളതിനാണ് ടു മേക്ക് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇവിടെ വരുത്തി എന്ന് പറയാൻ ഐ മെയ്ഡ് ടു മെനി മിസ്റ്റേക്സ്. തെറ്റുകൾ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതാണല്ലോ, കൗണ്ടബിൾ അല്ലേ? അതുകൊണ്ട് ടു മെനി. പിന്നെ എന്തുകൊണ്ട് സോ മെനി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞില്ല? കാരണം തെറ്റ് വരുത്തുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ ഓൾറെഡി ആ ഒരു നെഗറ്റീവ് ഒരു മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലെ? ഒരു ക്രെഡിറ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത് ഞാൻ കുറെ തെറ്റ് വരുത്തിയെന്ന്. അങ്ങനെയാണെങ്കിൽ സോ മെനി എന്ന് പറയായിരുന്നു. പക്ഷെ ജനറലി അങ്ങനെ അല്ല പറയുന്നത്, അതുകൊണ്ടാണ് ടു മെനി വന്നത്. ഐ മെയ്ഡ് ടു മെനി മിസ്റ്റേക്സ് ഇൻ ദ ടെസ്റ്റ്. പിന്നെ ഈ പരീക്ഷയിൽ തെറ്റ് വരുത്തി ആ ഒരു അർത്ഥം കിട്ടാൻ ഇൻ ദ ടെസ്റ്റ് എന്നാണ് സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഓൺ ദ ടെസ്റ്റ് ആയിരിക്കും കൂടുതൽ നമ്മൾ കാണുക കേട്ടോ. അപ്പോൾ രണ്ടും ഓക്കെയാണ്. ഇനി അടുത്ത എക്സാമ്പിൾ, അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളത് മനസ്സിലാക്കണേ. ഞങ്ങൾ കുറെ ആപ്പിൾസ് വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പൊ കുറെ ആപ്പിൾ വാങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിയത് കൊണ്ട് എല്ലാം കൂടെ കേടാകാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പറയും? ഞങ്ങൾ കുറെ ആപ്പിൾസ് വാങ്ങി എന്നുള്ളതിന് വി ബോട്ട് ടു മെനി ആപ്പിൾസ് എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? നൗ ദേ ആർ ഗോയിങ് ബാഡ്. നൗ ദേ ആർ ഗോയിങ് ബാഡ്. ഇപ്പൊ അത് കേടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടു മെനി ഉപയോഗിച്ചത്. മനസ്സിലായോ? വി ബോട്ട് ടു മെനി ആപ്പിൾസ് എന്ന് ഇവിടെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളോട് കുട്ടികൾ ബിസ്ക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും?
നീ ഇപ്പൊ തന്നെ കുറേ ബിസ്ക്കറ്റ്സ് കഴിച്ചു കഴിഞ്ഞു, ഇനി വേണ്ട എന്ന് പറയും അല്ലെ. അപ്പൊ കുറേ ബിസ്ക്കറ്റ്സ് കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു നെഗറ്റീവ് ഒരു മീനിങ് വരുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ ടു മെനി യൂസ് ചെയ്യണം, സോ മെനി അല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? യു ഹാവ് ഈറ്റൻ ടു മെനി ബിസ്ക്കറ്റ്സ്. യു ഹാവ് ഈറ്റൻ ടു മെനി ബിസ്ക്കറ്റ്സ്. കണ്ടോ, സോ മെനി അല്ല വന്നത് കേട്ടോ. പിന്നെ ഈ ബിസ്ക്കറ്റ് എന്നല്ല പറയേണ്ടത്, ബിസ്കിറ്റ് എന്നാണ്. ബിസ്കിറ്റ്, ബിസ്ക്കറ്റ് അല്ല, ബിസ്കിറ്റ്. യു ഈറ്റൻ ടു മെനി ബിസ്കിറ്റ്സ്. നമ്മൾ പലരും ഒരുപാട് കാപ്പി കുടിക്കുന്നവരാണ് അല്ലെ. പലപ്പോഴും അറിയാതെ ആയിരിക്കും നമ്മളിങ്ങനെ ഒരുപാട് കപ്സ് ഓഫ് കോഫി കുടിക്കുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മളോട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കപ്പ് കാപ്പി വേണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, ഞാൻ ഒരുപാട് കപ്പ് കാപ്പി ഇന്ന് കുടിച്ചു എന്ന്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഡ്രാങ്ക് ടു മെനി കപ്സ് ഓഫ് കോഫി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് നിങ്ങൾ കണ്ടോ? ഐ ഡ്രാങ്ക്, കുടിച്ചു എന്ന്. ഐ ഡ്രാങ്ക് ടു മെനി കപ്സ് ഓഫ് കോഫി. അപ്പൊ ഇവിടെ ഒരുപാട് കപ്പ് കാപ്പി കുടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ടു മെനി കപ്സ്, കപ്പ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഇവിടെ ടു മെനി യൂസ് ചെയ്തത്. ഐ ഡ്രാങ്ക് ടു മെനി കപ്സ് ഓഫ് കോഫി. പക്ഷെ എനിക്ക് ഇതേ കാര്യം ഇങ്ങനെയും പറയാം, ഞാൻ ഒരുപാട് കാപ്പി കുടിച്ചു എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഐ ഡ്രാങ്ക് ടു മച്ച് കോഫി എന്ന് വരും. വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തേതില് കോഫി ഉള്ള കപ്പ്, കപ്സ് ഓഫ് കോഫി, അത് എണ്ണാൻ പറ്റുന്നതാണ്. 3 കപ്പ് 4 കപ്പ് എന്ന് പറയാം. അപ്പൊ കപ്സ് ഓഫ് കോഫി, ടു മെനി കപ്സ് ഓഫ് കോഫി. പക്ഷെ ഇവിടെ കോഫി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എണ്ണാൻ പറ്റുന്നതായിട്ടല്ല. ചായ, കാപ്പി എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ ആയിട്ടല്ല നമ്മൾ കാണുന്നത്, അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് അവിടെ ടു മച്ച് കോഫി എന്ന് പറഞ്ഞത്. വെള്ളമാണെങ്കിലും നമ്മൾ പറയും ടു മച്ച് വാട്ടർ. ഫുഡ് ആണെങ്കിലും പറയും ടു മച്ച് ഫുഡ്. ഫുഡ് നമുക്ക് എണ്ണാൻ പറ്റില്ല. പ്ലേറ്റ്സ് ഓഫ് ഫുഡ് വേണമെങ്കിൽ എണ്ണാം, പ്ലേറ്റ്സ് അത് എണ്ണാം. പക്ഷെ ഫുഡ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. രണ്ടാമത്തെ സെന്റൻസിൽ ടു മച്ച് എന്ന് യൂസ് ചെയ്തു. ഇതെപ്പോഴും ഓർക്കുക, എണ്ണാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം ആവശ്യത്തിലധികം, അതായത് ഇത്തിരി മോശമായി പോയി എന്നുള്ള അർത്ഥത്തിൽ, ഇത്രയും കുടിക്കണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ടു മച്ച് എന്ന് യൂസ് ചെയ്യണം. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറില്ലേ, എന്റെ ചായയില് മധുരം കൂടിപ്പോയി, ഭയങ്കര മധുരമാണ് ചായക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയും മധുരം വേണ്ടായിരുന്നു, അത് നല്ലതല്ല ആരോഗ്യത്തിന്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ ചായയില് ഒരുപാട് പഞ്ചസാര ഉണ്ട് എന്ന് കേൾക്കുമ്പോ അതൊരു ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. അവിടെ അതൊരു ബുദ്ധിമുട്ടായി പോയി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്ര നല്ലതല്ല എന്ന്. ഒരു നെഗറ്റീവ് മീനിങ് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ടു മച്ച് എന്ന് യൂസ് ചെയ്യും. എന്തുകൊണ്ട് ടു മച്ച്? ടു മെനി വരാത്തത് എന്താ? നമ്മളിവിടെ പഞ്ചസാരയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ടു മച്ച് ഷുഗർ എന്ന് പറയും. ഇവിടെ എന്ത് പറയും? There's too much sugar in my tea. There's too much sugar in my tea. അപ്പൊ ഇവിടെ മലയാളത്തിൽ പറഞ്ഞത് എന്റെ ചായയിൽ ഒരുപാട് പഞ്ചസാര ഉണ്ട് എന്നാണെങ്കിലും അത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മൈ ടീ ഹാസ് ടു മച്ച് ഷുഗർ എന്ന് പറയരുത് കേട്ടോ. There's too much sugar in my tea എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് വളരെ ന്യൂട്രൽ ആയിട്ട് എന്റെ ചായയിൽ ഒരുപാട് പഞ്ചസാരയുണ്ട് എന്നിട്ട് നല്ല അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. ന്യൂട്രലും അല്ല, ഒരു പോസിറ്റീവ് മീനിങ്ങും അല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ സോ മച്ച് യൂസ് ചെയ്ത് there's so much sugar in my tea എന്ന് പറയില്ല. ഇത്രയും വേണ്ടായിരുന്നു എന്നൊരു ധ്വനി ഉള്ളത് കൊണ്ടാണ് ടു മച്ച് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു പെയർ ഓഫ് സെന്റൻസസ് ഞാൻ പറയാം. അതായത് ഈ ടു മച്ച് സോ മച്ചിന്റെ വ്യത്യാസം മനസ്സിലാക്കാനാണ് കേട്ടോ. മലയാളത്തിൽ ഞാൻ പറയാണ്, അവൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതെങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് നോ ഷീ ഹാഡ് സോ മച്ച് ടാലന്റ്. കാരണം അവൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത് അല്ലെ. ഇത്രയും കഴിവുകളുള്ളത് ഒരു മോശം കാര്യമാവില്ലല്ലോ ഒരിക്കലും. അവിടെ നമുക്ക് സോ മച്ച് എന്ന് പറയാം. അതൊരു പോസിറ്റീവ് മീനിങ്ങിൽ പറയുന്നത് കൊണ്ട് സോ മച്ച്. ഐ ഡിഡ്ന്റ് നോ ഷീ ഹാഡ് സോ മച്ച് ടാലന്റ്. അല്ലാതെ അവിടെ നമ്മൾ ഐ ഡിഡ്ന്റ് നോ ഷീ ഹാഡ് ടു മച്ച് ടാലന്റ് എന്ന് പറയില്ല. കാരണം കഴിവ് ഉണ്ട് എന്ന് പറയുന്നത്, ഇത്രയും കഴിവുണ്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ ടു മച്ചിന്റെ ആവശ്യമില്ല, സോ മച്ച് യൂസ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമുക്കൊരു ഫോൺ വന്നു, പക്ഷെ ആ ഒരു സ്ഥലത്ത് ഭയങ്കര ശബ്ദമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ, ഇവിടെ ഭയങ്കര ശബ്ദമാണ്, അതായത് ഇത്രയും ശബ്ദം നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ എന്ത് പറയും? There's too much noise here. There's so much noise അല്ല പറയുന്നത്, there's too much noise here. വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പതിവിനേക്കാൾ കൂടുതൽ തിരക്ക് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇന്ന് ഓഫീസിൽ സമയത്തിന് എത്തിയത് തന്നെയെന്ന് അല്ലെ. അപ്പൊ ഇത്രയും ട്രാഫിക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ അധികം ട്രാഫിക്, അത് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്ത് പറയും? There's too much traffic today. There's too much traffic today. അവിടെയും so much പറഞ്ഞാൽ പോരാ,
കാരണം അവിടെ ഒരു നെഗറ്റീവ് മീനിങ്ങിനല്ലേ പറയുന്നേ, അതുകൊണ്ട് ടു മച്ച് പറയണം. പിന്നെ ട്രാഫിക് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്ന സാധനമല്ല. കാറുകൾ എണ്ണാം, പക്ഷെ ഈ ട്രാഫിക് ബ്ലോക്ക്, ട്രാഫിക് ജാം എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ടു മച്ച്, അവിടെ ടു മെനി പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് ടു മച്ചും സോ മച്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആ ഒരു നെഗറ്റീവ് മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ ടു മച്ച് യൂസ് ചെയ്യണം. അതുപോലെ ടു മച്ചും ടു മെനിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. എണ്ണാൻ പറ്റുന്ന എന്തിനെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ ടു മെനി പറയണം, അല്ലെങ്കിൽ ടു മച്ച് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ ഞാനൊരു പെയർ ഓഫ് സെന്റൻസസ് പറയാം. നമ്മളിപ്പോ ആരെങ്കിലും കുറിച്ച് പറയാണ്, അയാള് ഫോണില് ഒരുപാട് സമയം ചെലവിടുന്നുണ്ട്. അപ്പൊ ഒരുപാട് സമയം, സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എണ്ണാൻ പറ്റുന്നതാണോ അതോ എണ്ണാൻ പറ്റാത്തതാണോ? സമയം, ടൈം എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. മണിക്കൂറുകൾ എണ്ണാം, മിനിറ്റ് എണ്ണാം, സെക്കൻഡ്സ് എണ്ണാം. പക്ഷെ സമയം, ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അത് ഓർത്തേക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും? ഹി സ്പെൻഡ്സ് ടു മച്ച് ടൈം ഓൺ ഹിസ് ഫോൺ. ഹി സ്പെൻഡ്സ് ടു മച്ച് ടൈം എന്നാ പറയുന്നത്. ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. മോശം അർത്ഥത്തിലായതുകൊണ്ട് അവിടെ ടു ഉപയോഗിക്കണം. സമയം എണ്ണാൻ പറ്റാത്തതുകൊണ്ട് മച്ച് വരും, അവിടെ മെനി അല്ല കേട്ടോ. ഇതേ കാര്യം ഞാൻ ഇങ്ങനെ പറയായിരുന്നെങ്കിലോ, അവൻ ഒരുപാട് മണിക്കൂറുകൾ ഫോണിൽ ചെലവിടുന്നുണ്ട്. അവിടെ എന്ത് പറയും? മണിക്കൂറുകൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അപ്പൊ അത് എണ്ണാൻ പറ്റുന്നതാണ്. അവിടെ ഞാൻ പറയാ ഹി സ്പെൻഡ്സ് ടു മെനി അവേഴ്സ് ഓൺ ദ ഫോൺ. ഹി സ്പെൻഡ്സ് ടു മെനി അവേഴ്സ്. മണിക്കൂറുകളായപ്പോ കഥ മാറി. അത് എണ്ണാൻ പറ്റും, കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ടു മെനി അവേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ടു മച്ച്, ടു മെനി തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയല്ലോ. പക്ഷെ ഇപ്പൊ കണ്ട സെന്റൻസസിലെല്ലാം നമ്മൾ ടു മച്ച് അല്ലെങ്കിൽ ടു മെനി കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുന്നതാണ് കണ്ടത്. പക്ഷെ അങ്ങനെ മാത്രമല്ല അതിന്റെ ആ ഒരു ഓർഡർ വരിക. ചിലപ്പോൾ വേർബും ഇതുപോലെ വരാം. അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കൂ. അവള് ക്ലാസ്സിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും PT മീറ്റിംഗ്സിന് വരുമ്പോൾ പേരൻസിനോട് ടീച്ചേഴ്സ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണിത്. അവള് ക്ലാസ്സിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട്, അതായത് ആവശ്യത്തിലധികം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ടു മച്ച് അല്ലെങ്കിൽ ടു മെനി കഴിഞ്ഞിട്ട് വരുന്ന ഒരു വേർബ് ആണെന്ന് മനസ്സിലായല്ലോ. അവിടെ എന്ത് പറയും? ഷീ ടോക്സ് ടു മച്ച് ഇൻ ക്ലാസ്. ഷീ ടോക്സ് ടു മച്ച് ഇൻ ക്ലാസ്. ടോക്ക് എന്ന് പറയുന്ന ഒരു വേർബ് ആണ്. അത് കഴിഞ്ഞിട്ട് ടു മച്ച് വന്നു. ഷീ ടോക്സ് ടു മച്ച് ഇൻ ക്ലാസ്. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഷീ ടോക്സ് ടു മെനി എന്ന് പറയില്ല, ഷീ ടോക്സ് ടു മച്ച്. ഇങ്ങനെ വേർബ് വരുമ്പോ എപ്പോഴും അവിടെ ടു മച്ച് ആയിരിക്കും വരുന്നത്. അയാള് ജോലിയെ കുറിച്ച് ഒരുപാട് പരാതി പറയാറുണ്ട്. പരാതി പറയാന്ന് വെച്ചാൽ കംപ്ലെയിൻ ചെയ്യുക അല്ലെ. അപ്പോ ഒരുപാട് കംപ്ലെയിൻ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ എന്ത് പറയും? ഹി കംപ്ലെയിൻസ് ടു മച്ച് അബൌട്ട് ഹിസ് ജോബ്. ഹി കംപ്ലെയിൻസ് ടു മച്ച്. കണ്ടോ, കംപ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്. അത് കഴിഞ്ഞിട്ട് ടു മച്ച് വന്നു. ഹി കംപ്ലെയിൻസ് ടു മച്ച് അബൌട്ട് ഹിസ് ജോബ്. അടുത്ത സെന്റൻസ് ഞാൻ പറയാണ്, അതേക്കുറിച്ച് ഒരുപാട് വറി ചെയ്യണ്ട, ഒരുപാട് അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന്. എന്ത് പറയും? Don't worry too much about it. Don't worry too much about it. അപ്പൊ വറി ചെയ്യുക, വറി എന്ന് പറയുന്നത് ഇവിടെ ഒരു വേർബ് ആയിട്ടാണ് വന്നേ. Don't worry too much about it. അടുത്തത് നോക്കൂ. നീ ഈയിടെയായി ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. ഈയിടെയായി എന്ന് പറയുന്നത് എന്ത് പറയും? യു ആർ സ്പെൻഡിങ് ടു മച്ച് മണി ലേറ്റ്ലി. അവിടെ മണി എന്ന് പറയണം എന്നില്ല, ക്ലിയർ ആണല്ലോ, പണമാണ് ചെലവാക്കുന്നതെന്ന്. അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ യു ആർ സ്പെൻഡിങ് ടു മച്ച് ലേറ്റ്ലി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഈയിടെ ആയി എന്നുള്ളതിനാണ് നമ്മൾ ലേറ്റ്ലി എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത എക്സ്പ്രഷനിലേക്ക് പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ടു എന്ന് പറഞ്ഞു വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന്. അതിനു മുൻപ് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അപ്പൊ എനിക്ക് പറയേണ്ടത്, ചായക്ക് വേണ്ടത്ര ചൂടുണ്ട് എന്നാണെങ്കിൽ ദ ടീ ഇസ് ഹോട്ട് ഇനഫ് എന്ന് പറയും അല്ലെ. വേണ്ടത്ര ചൂടുണ്ട്, ചൂടുള്ളത് ഹോട്ടാണ്. അപ്പൊ ദ ടീ ഇസ് ഹോട്ട് ഇനഫ് എന്ന് പറയും. ഇനി ചായക്ക് ആവശ്യത്തിൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ടീ ഇസ് ടു ഹോട്ട് അല്ലെ. വേണ്ടതിൽ അധികം ചൂടുണ്ട്, ഇത്രയും ചൂട് വേണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് അർത്ഥം വന്നതുകൊണ്ട് ടു ഉപയോഗിക്കണം. ദ ടീ ഇസ് ടു ഹോട്ട് എന്ന് പറയും. അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത്, ചായക്ക് ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ചായക്ക് കുടിക്കാൻ പറ്റാത്ത അത്ര ചൂടാണെന്ന് പറയണം. ചായക്ക് ചൂടാണ്, വളരെയധികം ചൂടാണ്. എങ്ങനെ? കുടിക്കാൻ പറ്റാത്ത അത്ര ചൂടാണെന്ന്, അത്ര തിളപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ ടീ ഇസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. അതാണ് ആ ഒരു സ്ട്രക്ചർ. ദ ടീ ഇസ് ടു ഹോട്ട്, എന്നിട്ട് പറയുന്നത് ടു ഡ്രിങ്ക്. കുടിക്കാൻ പറ്റാത്ത വിധം ചൂടാണ്. ദ ടീ ഇസ്
ടു ഹോട്ട് ടു ഡ്രിങ്ക്. അടുത്തൊന്ന് നോക്കി, ഈ ബാഗിന് എടുക്കാൻ, അതായത് എടുത്ത് പൊക്കാൻ പറ്റാത്തത്ര ഭാരമുണ്ട്. ഇവിടെ എന്ത് പറയും? ഭാരമുള്ളതിന് എന്നുള്ളതിന് നമുക്ക് ഹെവി എന്ന് പറയാം. അപ്പൊ ദിസ് ബാഗ് ഇസ് ടു ഹെവി ടു ക്യാരി, എടുത്ത് പൊക്കുക, അതാണ് ക്യാരി. ദിസ് ബാഗ് ഇസ് ടു ഹെവി ടു ക്യാരി. അപ്പൊ അതെങ്ങനെ വന്നേന്ന് കണ്ടോ? ആദ്യത്തത് ടു ഹെവി, അതായത് വളരെ അധികം ഭാരമുണ്ടെന്ന്, ആവശ്യത്തിലധികം ഭാരമുണ്ട്. ടു ഹെവി, അവിടെ TOO ആണ് കേട്ടോ. ടു ഹെവി, എടുത്ത് പൊക്കുക എന്നുള്ളതിനാണ് ടു ക്യാരി വന്നത്. എടുത്ത് പൊക്കാൻ പറ്റാത്ത വിധം എന്ന അർത്ഥം കിട്ടാനാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ദിസ് ബാഗ് ഇസ് ടു ഹെവി ടു ക്യാരി. ആ രണ്ട് ടൂവിന്റെയും സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം നിങ്ങൾ ഓർത്തേക്കണേ. അത് കൺഫ്യൂസ്ഡ് ആവരുത്, മാറിപ്പോകരുത്. കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അതൊരു കുളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണെങ്കിൽ നമ്മൾ എന്ത് പറയും? The water is too cold to swim. നീന്താൻ പറ്റാത്തത്ര തണുപ്പാണ്. The water is too cold to swim. ഇവിടെ സ്വിം ചെയ്യാനല്ലേ വന്നേ, നീന്താനല്ലേ വന്നേ, അത് പറ്റില്ല. The water is too cold to swim. നിങ്ങളുടെ വീട്ടില് 10-16 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വണ്ടി ഓടിക്കാൻ വേണ്ടിയുള്ള പ്രായമായിട്ടില്ലല്ലോ അല്ലെ? അപ്പൊ അവിടെ എന്താ പറയാം നമുക്ക്? You are too young to drive. അത്രയും പ്രായമായിട്ടില്ല, യു ആർ ടു യങ് ടു ഡ്രൈവ്. പക്ഷെ ഇതേ കാര്യം നമുക്ക് ഇങ്ങനെയും പറയാം, യു ആർ ഇൻ ഓൾഡ് ഇനഫ് ടു ഡ്രൈവ്. മനസ്സിലായോ? ഡ്രൈവ് ചെയ്യാൻ വേണ്ടത്ര പ്രായമായിട്ടില്ല എന്നുള്ളതിന് യു ആർ ഇൻ ഓൾഡ് ഇനഫ് ടു ഡ്രൈവ്. അത്രയും പ്രായമായിട്ടില്ല, യു ആർ ഇൻ ഓൾഡ് ഇനഫ്. ഒരേ കാര്യമാണ് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞത്. യു ആർ ടു യങ് ടു ഡ്രൈവ് അല്ലെങ്കിൽ യു ആർ ഇൻ ഓൾഡ് ഇനഫ് ടു ഡ്രൈവ്. ഇനി ഈ സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. എനിക്ക് നടക്കാൻ പറ്റാത്ത അത്ര ക്ഷീണമുണ്ട്, അത്ര ടയർഡാണ് എന്നാ പറയുന്നത്. അപ്പൊ ടയർഡ് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ഐ എം ടു ടയർഡ് ടു വാക്ക്. ഐ എം ടു ടയർഡ് ടു വാക്ക്. മനസ്സിലായല്ലോ? പക്ഷെ ഇങ്ങനെ പറയണമെങ്കിലോ, എനിക്ക് നടക്കാൻ പോകാൻ പറ്റാത്തത്ര ക്ഷീണമുണ്ട് എന്ന് പറയണമെങ്കിലോ അവിടെ കുറച്ച് വ്യത്യാസം വരും. ഐ എം ടു ടയർഡ്, ആ ഭാഗം സെയിം തന്നെയാണ്. ഐ എം ടു ടയർഡ് ടു ഗോ ഫോർ എ വാക്ക്. മനസ്സിലായോ? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ആ ഒരു എക്സ്പ്രഷൻ ഡിഫറെന്റ് ആക്കിയതെന്ന്? ഐ എം ടു ടയർഡ് ടു ഗോ ഫോർ എ വാക്ക്. ആദ്യത്തേല് ഐ എം ടു ടയർഡ് ടു വാക്ക്, രണ്ടാമത്തേല് ഐ എം ടു ടയർഡ് ടു ഗോ ഫോർ എ വാക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഈ സെന്റൻസസ് ഉണ്ടല്ലോ, ദ ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് അല്ലെങ്കിൽ ദ വാട്ടർ ഇസ് ടു കോൾഡ് ടു സ്വിം എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെ എല്ലാം എന്താ വന്നതെന്ന് കണ്ടോ? ആദ്യത്തെ ആ ഒരു ടു കഴിഞ്ഞിട്ട് വന്നത് ആഡ്ജക്റ്റീവ് ആണ്. അത് കഴിഞ്ഞു വരുന്ന ആ ഒരു ഫ്രേസിൽ ടു കഴിഞ്ഞു വരുന്നത് ഒരു വേർബും ആണ്. അപ്പൊ അതൊന്ന് ഓർത്തേക്കണേ. ടു കഴിഞ്ഞ് ഒരു ആഡ്ജക്റ്റീവ് വരും, തൊട്ട് തന്നെ TO കഴിഞ്ഞിട്ട് വേർബ്, അതായത് ആ ഒരു ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുക. ഇന്നത്തെ ലെസണിൽ നമ്മൾ ഈ ഇനഫ് വരുന്ന എല്ലാത്തരം പാറ്റേൺസും കണ്ടു. പിന്നെ ടു മച്ച്, ടു മെനി, സോ മച്ച്, സോ മെനി, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ ടു ആഡ്ജക്റ്റീവ്, ടു വേർബ്, ആ ഒരു സ്ട്രക്ചറും നമ്മൾ പഠിച്ചു അല്ലേ? ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വേറൊരു പാറ്റേണിലാണ് ഞാൻ തരുന്നത്. ഞാനിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അതായത് സെന്റൻസും ചോയ്സസും ഞാൻ തരാം, നിങ്ങൾ ശരിയായ ഉത്തരം ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ഡോണ്ട് ഹാവ് സ്പേസ് ഫ്രണ്ട്സ് ഹിയർ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിവിടെ ആവശ്യത്തിന് സുഹൃത്തുക്കളില്ല എന്നാണ്. ഓക്കെ, അപ്പൊ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഞാൻ തരുന്ന രണ്ട് ഓപ്ഷൻസ് ഇനഫ്, മെനി. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? ദ വാട്ടർ ഇസ് ഇൻ സ്പേസ് ടു ഡ്രിങ്ക്. അതായത് ഉദ്ദേശിക്കുന്നത് ഈ വെള്ളം കുടിക്കാൻ വേണ്ടത്ര വൃത്തിയില്ല എന്നാണ്. എങ്ങനെയാണ് അവിടെ നിങ്ങളിത് ഫിലപ്പ് ചെയ്യുക? ക്ലീൻ ഇനഫ് എന്നാണോ ഇനഫ് ക്ലീൻ എന്നാണോ പറയുക? ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യൂ. മൂന്നാമത്തത്, ഡോണ്ട് പുട്ട് സ്പേസ് സോൾട്ട് ഇൻ ദ കറി. കറിയിൽ ആവശ്യത്തിലധികം, വേണ്ടതിലധികം ഉപ്പിടല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇനഫ് ആണോ ടു മച്ച് ആണോ? ആലോചിക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്പേസ് കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയും. അതായത് ഒരുപാട് പേര് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുളമാക്കി എടുക്കും എന്ന് പറയില്ലേ? ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോവർബ് ആണിത്. ഇവിടെ കുക്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കുക്ക് ചെയ്യുന്ന ആളെ, ആ ആളെ കുറിച്ച് പറയുന്ന വാക്കാണ് കേട്ടോ കുക്ക് എന്നത്. കുക്സ്. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരിക? ടു മെനി ആണോ സോ മെനി ആണോ? ഇവിടെ ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ആളുകൾ കൂടുന്നത് ആ ഒരു സാധനം നശിപ്പിച്ചെടുക്കാനേ ഉതകുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരുന്നതെന്ന് ആലോചിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ഐ ഏറ്റ് സ്പേസ് കേക്ക് ആൻഡ് നൗ ഐ ഫീൽ സിക്ക്. ഞാൻ ഒരുപാട് കേക്ക് കഴിച്ചു, ഇപ്പം എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് കേക്ക് കഴിച്ചു, ആവശ്യത്തിലധികം കേക്ക് കഴിച്ചു എന്നൊരർത്ഥം വരുന്നുണ്ടല്ലോ. ഇവിടെ എന്താ പറയുക? സോ മച്ച് ആണോ ടു മച്ച് ആണോ? നന്നായിട്ട് ആലോചിച്ച് ആൻസേഴ്സ് സെലക്ട് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ അവസാനം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അധികം താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.